നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. പൊളിച്ചടുക്കി ഓരോ ബാറ്റർമാരും പൊളിച്ചടുക്കി ഇറങ്ങിയവനൊക്കെ 6 അടി. അതിൻ്റെ ഫലമായിട്ട് ഇതാ സിംബാബ്വെക്കെതിരെ പടുകൂറ്റൻ സ്കോറാണ് ടീം ഇന്ത്യ നേടിയിരിക്കുന്ന. ഒരു മസ്റ്റ് വിൻ ഗെയിമാണ്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 256 റൺസാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. അവസാന ഓവറിലെ ഇവാൻസ് നല്ല രൂപത്തിൽ എറിയുകയാണെന്നാണ് തോന്നിയത്. 4 പന്തുകളിൽ നിന്ന് അയാൾ വിട്ടുകൊടുത്ത് 3 റൺസ് മാത്രമായിരുന്നു. അടുത്ത 2 പന്തുകൾ സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ തൻ്റെ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി മനോഹരമായിട്ട് ഇന്നിങ്സ് ഫിനിഷ് ചെയ്തു. സഞ്ജു സിക്സർ അടിച്ച് തുടങ്ങിയ ഇന്നിങ്സ് അദ്ദേഹം അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് സിക്സർ അടിച്ചുകൊണ്ടാണ്. അതുപോലെ സിക്സർ അടിച്ചുകൊണ്ട് തന്നെ അത് ഫിനിഷ് ചെയ്തിരിക്കുന്നു ഹാർദിക് പാണ്ഡ്യ. ഇപ്പം ബാറ്റർമാരുടെ സ്കോർ നോക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ അടിച്ചത് സഞ്ജുവാണ്, 24 റൺസ്. അതേസമയം ഏറ്റവും താഴെയുള്ള സ്ട്രൈക്ക് റേറ്റ് ഇഷാൻ കിഷൻ്റെതാണ്, 158.33. അത് കഴിഞ്ഞാൽ പിന്നെ സഞ്ജുവാണ് 160. ബാക്കി എല്ലാവരും 160 മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റാണ്. അഭിഷേക് ശർമ്മ 30 പന്തുകളിൽ 55 റൺസാണ്, 4 4ഉം 4 6ഉം അടക്കം അദ്ദേഹം അർദ്ധ സെഞ്ചുറി കുറിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ട് ഇവിടെ തീരുന്നു എന്നർത്ഥം. എതിരാളികൾ ഭയന്നേ പറ്റൂ. സൂര്യകുമാർ യാദവ് മുമ്പ് ഒരു കളിയുടെ, അതായത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള കളിക്ക് മുമ്പ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെതിരെ പന്തെറിയാൻ പോകുന്ന ബൗളർമാരിനി ആശങ്കപ്പെടട്ടെ. സഞ്ജുവും മികച്ച തുടക്കമാണ് ടീമിന് നൽകിയത്. 15 പന്തിൽ നിന്ന് 1 4ഉം 2 6ഉം അടക്കം 24 റൺസ്. ആകെ ഒരു നിരാശ, അദ്ദേഹത്തിന് കിട്ടിയ മികച്ച സ്റ്റാർട്ട് ഒരു ബിഗ് സ്കോറിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ അടുത്ത കളിയിൽ സിംബാബ്വെക്കെതിരെ നടത്തിയ ഈ ഒരു പ്രകടനത്തിൻ്റെ തുടർച്ച വെസ്റ്റ് ഇൻഡീസിനെതിരെ നടത്തിയാൽ ഒരു ബിഗ് സ്കോറിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റിയാൽ അത് വലിയ സന്തോഷമായിരിക്കും. ഇഷാൻ കിഷൻ 24 പന്തുകൾ 4 4ഉം 1 6ഉം അടക്കം 38 റൺസ് അടിച്ചപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 13 പന്തുകളിൽ നിന്ന് 3 4ഉം 2 6ഉം അടക്കം 253.85 സ്ട്രൈക്ക് റേറ്റിൽ 33 റൺസാണ് അടിച്ചത്. ഹാർദിക് പാണ്ഡ്യ പൊളിച്ചടുക്കി 23 പന്തുകൾ 2 4ഉം 4 6ഉം അടക്കം 217.39 സ്ട്രൈക്ക് റേറ്റിൽ 50 റൺസ് അടിച്ച് പുറത്താകുന്നു. തിലക് വർമ്മ റണ്ണേ ബോൾ കളിക്കുന്നു എന്നുള്ള വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നയാൾ ഇതാ 16 പന്തുകളിൽ നിന്ന് 275 സ്ട്രൈക്ക് റേറ്റിൽ 3 4ഉം 4 6ഉം അടക്കം 44 റൺസ് കുറിച്ച് പുറത്താകാതെ നിന്നു. പൊളിച്ചടുക്കിയ ഒരു ഇന്നിങ്സാണ് ഇന്ത്യൻ ബാറ്റർമാർ കളിച്ചിരിക്കുന്നത്. 256 റൺസ്, പടുകൂറ്റൻ സ്കോർ. സിംബാബ്വെക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.